അസൂസ്പെർമിയ അസൂസ്പെർമിയ വളരെ ഡിസ്ട്രസ്സിങ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ് ആണ്. കാരണം കുറേ പേര് എനിക്ക് ഇതുമായിട്ട് റിപ്പോർട്ടുമായിട്ട് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി എന്നാൽ നമുക്ക് ഒരു റുട്ടീൻ ടെസ്റ്റിൽ ചിലപ്പോൾ 25-26 വയസ്സുള്ള കുട്ടികൾക്കായിരിക്കും നമുക്ക് ഈ അസൂസ്പെർമിയ എന്ന് പറഞ്ഞൊരു ഡയഗ്നോസ് വരുന്നത്. ചിലപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കാണിച്ചിട്ടായിരിക്കും വരുന്നത്. ഈവൻ എന്നെ ഒരു 1 day ബാക്ക് എന്നെ കൺസൾട്ട് ചെയ്തത് മാരീഡ് 12 years അസൂസ്പെർമിയ ആണ്. പക്ഷെ ഇതൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ അസൂസ്പെർമിയ എന്ന് പറഞ്ഞ ഒരു കൈയൊഴിഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുട്ടികൾ ഉണ്ടാവില്ല, വേറെ മാർഗമൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അതായിരുന്നു പണ്ട് ലൈക്ക് പണ്ടൊരു 10 കൊല്ലം മുന്നേ എന്താണ് അസൂസ്പെർമിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ബയോപ്സി എടുത്ത് നോക്കും. അത് ഈ ബീജം കിട്ടുവാണെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡോണർ പോവുക എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഇപ്പം അത് മാറി കേട്ടോ. ഇപ്പം കുറെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അസൂസ്പെർമിയക്കാരെ എനിക്ക് ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കം പറയാനുള്ളത്, അസൂസ്പെർമിയക്കാർ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഓപ്ഷൻസ് ഉണ്ട്. 100% നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കുട്ടിയാവുമെന്നല്ല, ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ ഇതിൽ എന്താണ് അസൂസ്പെർമിയ എന്നറിയാവോ? ജസ്റ്റ് ഒരു ഇതിനു വേണ്ടിയാണ്. എന്താണ് അസൂസ്പെർമിയ? അതാരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അസൂസ്പെർമിയ. ഹായ് ജാക്ലിൻ, പത്മജ, ദേവിക, നിസ, ശ്രീലക്ഷ്മി ഹായ്. സീറോ സ്പേം കൗണ്ട് എക്സാക്ട്ലി. അപ്പോഴത്തേക്ക് അതായത് നമ്മുടെ ബീജം എന്ന് പറയുന്നത്, ഞാൻ ഒരു പടം വരച്ചിട്ട് കാണിക്കട്ടെ, അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഞാൻ ഒന്ന് പടം വരച്ച് കാണിക്കാം, എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പോവാം. ഞാൻ ആ ക്യാമറ ഒന്ന് മാറ്റുക. ഓക്കെ കാണാമല്ലോ ഇപ്പൊ അല്ലേ? അപ്പം നോർമലി എങ്ങനെയാണ് നമ്മുടെ ഇതിനെയാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇതല്ല സ്ക്രോട്ടം, 2 ടെസ്റ്റിസ് ഉണ്ട്. ഇത് നമ്മുടെ ബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. ബ്രെയിനിൽ നിന്ന് ഇത് നമ്മുടെ പിറ്റ്യൂട്ടറി ആണെന്ന് വിചാരിക്കുക. പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി. അപ്പം ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ടൊരു സിഗ്നൽ കൊടുക്കും ബീജം ഉണ്ടാക്കാൻ വേണ്ടി. ആ സിഗ്നൽ ഇവിടെ നിന്ന് 2 സിഗ്നൽ ഇങ്ങോട്ട് കൊടുക്കും. ആ സിഗ്നലിന്റെ പേരാണ് ഇങ്ങോട്ട് 2 കൊടുക്കും. LH ഉം FSH എന്ന് പറഞ്ഞ 2 സിഗ്നൽ കൊടുക്കും. ഇവരത്തു നിന്ന് സ്പേം ഉണ്ടാക്കാൻ പറയും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഈ ടെസ്റ്റിസിന്റെ അകത്താണ് സ്പേം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സ്പെർമാറ്റോജനസിസ്, സ്പേം ബീജാണുക്കൾ ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുണ്ടായിട്ട് നമ്മുടെ ഇവിടെ ഒരു കളക്ഷൻ പോയിന്റ് ഉണ്ട്, എപ്പിഡൈമിസ് എന്നാണ് പറയുന്നത്. എപ്പിഡൈമിസിൽ ഈ ബീജം എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അത് 2 ട്യൂബ് വഴി, വാസ് എന്ന് പറയുന്ന ഒരു ട്യൂബ് വഴി ഇവിടെ എത്തും. ഈ ഭാഗത്ത് ഇവിടെ വേറൊരു ഗ്രന്ഥിയുണ്ട്, സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി. ആ ഗ്രന്ഥിയിൽ നിന്ന് പിന്നെ ഇവിടെ ഒരു പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ കൂടെ ഇത് താഴോട്ട് പീനിസ് വഴി പുറത്തോട്ട് വരും. ഇവിടെ വീഴുന്നതിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെമനിൽ എന്തൊക്കെയുണ്ട്? ഇവിടെ നിന്നുള്ള സെക്രീഷൻസ് ഉണ്ട്, ഈ സെമിനൽ വെസിക്കിൾ നിന്നുള്ള സെക്രീഷൻസ് ഉണ്ട്, പ്രോസ്റ്റേറ്റിൽ നിന്നുള്ള സെക്രീഷൻസ് ഉണ്ട്. അപ്പോൾ പുറത്തൊരു 3-4 ml പുറത്ത് വരികയാണെങ്കിൽ അതിൽ വളരെ ഒരു 5% മാത്രമാണ് സ്പേം ഉള്ളത്. 5% മാത്രമാണ് സ്പേം ഉള്ളത്. ബാക്കിയെല്ലാം വരുന്നത് നമ്മുടെ ഈ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞ ഗ്രന്ഥിയും പ്രോസ്റ്റേറ്റ് എന്നുള്ള ഗ്രന്ഥി, ഇവിടെ പിന്നെ ഉള്ള ബൾബോ യൂറിത്രൽ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഇവിടെയുള്ള കുറച്ച് ഗ്രന്ഥികളിൽ നിന്നെല്ലാം കൂടെയാണ് പിനിസ് വഴി പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പുറത്ത് 3-4 മില്ലി കാണും. പക്ഷെ ഈ 3-4 മില്ലിയിൽ സ്പേം ഇല്ലാത്ത അവസ്ഥ, അതായത് സെമനിൽ ശുക്ലത്തിൽ ബീജം ഇല്ലാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസൂസ്പെർമിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാണല്ലോ. അപ്പോൾ എന്താണ് അസൂസ്പെർമിയ? ബീജം ഇല്ലാത്ത അവസ്ഥ, ബീജം കുറഞ്ഞ അവസ്ഥയല്ല, ബീജം 0 ആയിട്ടുള്ള അവസ്ഥ. ഓക്കെ, അപ്പം വളരെ വെറിയുള്ള ഒരു കാര്യമില്ലേ? നമുക്കൊരു 15 മില്യൺ എങ്കിലും, അതായത് 1.5 കോടിയെങ്കിലും നമുക്ക് ബീജം വേണം നമുക്ക് കുട്ടിയാവാൻ. അപ്പോൾ 0 സ്പേമ എന്ന് പറയുമ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെന്ത് മാർഗം ഉണ്ടെന്നുള്ളതാണ്. അതിനുള്ള മാർഗം നമ്മൾ അറിയേണ്ടത്, എന്തുകൊണ്ട് നമുക്ക് ഈ അസൂസ്പെർമിയ ഉണ്ടാവുന്നു, എവിടെയൊക്കെ അസൂസ്പെർമിയ ഉണ്ടാവുന്നു അല്ലേ? ഒന്ന്, നമ്മുടെ ഈ തലച്ചോറിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് പിറ്റ്യൂട്ടറി എന്നുള്ള ഗ്രന്ഥിക്കോ ബ്രെയിനിലോ ഈ 2 സ്ഥലത്ത് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബീജം ഉണ്ടാക്കുന്ന LH FSH എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാവുന്നില്ല.
അത് ഉണ്ടാവാത്തത് മൂലം തന്നെ ഇവർക്ക് ബീജം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം അതായത് ഈ ഒരു ഭാഗത്തുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം എവിടെയാ വരുന്നത്? നമ്മുടെ ഇവർക്ക് എന്താണ്, നമ്മുടെ ടെസ്റ്റിസിന്. അതായത് ഈ ടെസ്റ്റിസിന് ഇവിടുന്നൊക്കെ FSH ഇതൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷെ വൃഷ്ണത്തിന് ബീജം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം അവിടെ ഒരു പ്രശ്നം വരാം. മൂന്നാമത്തെ പ്രശ്നം എന്താ വരുന്നത്? ബീജം ഉണ്ടാക്കി ഈ ട്യൂബ് വഴി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ബ്ലോക്ക്, ഇവിടെ ബ്ലോക്ക് ആവാം, ഇവിടെ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക് ആവാം. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ അതിനെയാണ് ഒബ്സ്ട്രക്ഷൻ, തടസ്സം മൂലമുള്ള അസൂസ്പെർമിയ. അപ്പൊ നമുക്ക് അസൂസ്പെർമിയ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് നമ്മുടെ ഹൈപ്പോതലാമിക്, നമ്മുടെ തലച്ചോറിനുള്ള പ്രശ്നങ്ങൾ. രണ്ട് നമ്മുടെ ഈ പറഞ്ഞ വൃഷ്ണത്തിനുള്ള ടെസ്റ്റിക്കുലാർ പ്രശ്നങ്ങൾ. മൂന്ന് ഒബ്സ്ട്രക്ഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, നമുക്ക് തിരിച്ച് മറ്റേ വീഡിയോയിലോട്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയെങ്കിൽ എല്ലാവരും തംസപ്പ് എങ്കിലും അടിക്കണേ. അപ്പോൾ എന്തുകൊണ്ട് അസൂസ്പെർമിയ ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം അതിനനുസരിച്ചാണ് ചികിത്സകൾ വരുന്നത്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഏത് അസൂസ്പെർമിയ ആണെന്ന് കണ്ടുപിടിക്കാം. യെസ്, തംസപ്പ് കിട്ടി. താങ്ക് യു ജെയ്സൺ. അപ്പം അസൂസ്പെർമിയ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. യെസ് സുമി ഹായ്, വർഷ ഹായ്. അപ്പം അസൂസ്പെർമിയ എങ്ങനെയാണെന്ന് മനസ്സിലായി. നമുക്കപ്പം ഇനി അതിന്റെ താങ്ക് യു. അപ്പം നമുക്കിതിന് എങ്ങനെ കണ്ടുപിടിക്കാം, എന്ത് അസൂസ്പെർമിയ ആണെന്ന് കണ്ടുപിടിക്കണം. അതിന് സഹായിക്കുന്ന കുറച്ച് ടെസ്റ്റുകളാണ് നമ്മളിപ്പം പറഞ്ഞ ആ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന FSH LH എന്ന് പറഞ്ഞ ഹോർമോൺ, ആണുങ്ങളുടെ വൃഷ്ണത്തിൽ നിന്നുണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ, പിന്നെ പിന്നെ ജനിതക ടെസ്റ്റുകൾ. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം? നമ്മുടെ തലച്ചോറിനുള്ള പ്രശ്നമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ FSH LH കൂടിയിരിക്കോ കുറഞ്ഞിരിക്കോ? നിങ്ങളുടെ മനസ്സിലായോ നോക്കട്ടെ, പഠിപ്പിക്കുക പേഷ്യൻസിനെ. എൻ്റെ അമ്മേ. അപ്പം തലച്ചോറിന് ബ്രെയിനിൽ നിന്നോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ നിന്നോ ഉള്ള പ്രശ്നമാണെങ്കിൽ FSH ലെവൽ കൂടിയിരിക്കോ കുറഞ്ഞിരിക്കോ? കുറഞ്ഞിരിക്കും. വെരി ഗുഡ്, എക്സാക്ട്ലി. യെസ്, കുറഞ്ഞിരിക്കും. വെരി ഗുഡ് നവീൻ. അപ്പോഴത്തേക്ക് എന്താണ്? അപ്പം FSH ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 1.1 ആ റേഞ്ചിലൊക്കെയാണ്. ഇല്ല ബിൻഷയെ കൂടിയിരിക്കത്തില്ല, ഞാൻ ഫെയിൽഡ് ആയി പോയി, ടീച്ചറായി പരാജയപ്പെട്ടു. ബിൻഷ അതെങ്ങനെയാ കൂടുന്നേ? ഇത് അൻസിയയും തെറ്റിയാണല്ലോ. അത് ചുമ്മാ ഗസ് അടിച്ചാന്ന്. നിങ്ങൾ പരീക്ഷയിൽ ഗസ് അടിക്കുന്ന പോലെ ഗസ് അടിച്ചാന്ന് തോന്നുന്നു. അത് അങ്ങനെയല്ലല്ലോ. നമ്മുടെ തലച്ചൊന്ന് ബ്രെയിനിൽ നിന്നും പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ നിന്നാണ് LH FSH ഉണ്ടാവുന്നത്. അവിടെയാണ് പ്രശ്നം. അപ്പൊ LH FSH കുറവായിരിക്കും. ഓക്കെ, അപ്പം LH FSH കുറവായിരിക്കും. അപ്പം LH FSH അല്ലെങ്കിൽ FSH ഒരു 1.1 താഴെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ തലച്ചോറിനോ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഗ്രന്ഥിക്കുമാണ് അസൂസ്പെർമിയ എന്നുള്ള പ്രശ്നം എന്നോ അല്ല അസൂസ്പെർമിയയുടെ കാരണം എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഒന്നത്. പക്ഷെ FSH വളരെ കൂടുതലാണ്. ഓക്കെ, FSH ഒരു 25, 30. FSH നോർമൽ ഒരു 2 to 7, 2 to 14 വരെയൊക്കെ കാണിക്കുകയാണെങ്കിൽ 2 to 8, 2 to 9. അപ്പൊ FSH ഒരു 25 കാണിക്കുന്നത്. ഓക്കെ, FSH 25 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? രണ്ടുപേരും ഇത് ആരെങ്കിലും ഇത് ഡിലീറ്റ് ചെയ്യൂ മെസ്സേജ്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് നിങ്ങൾ ഗൈനക്കിനെക്കാട്ടി ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് അത് നിങ്ങൾ തെറ്റിച്ചില്ല പിന്നെ എന്നാ? അപ്പൊ എന്റെ സംശയം FSH 25 അതായത് ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ 25 അപ്പൊ അതിന്റെ അർത്ഥം ആരുടെ പ്രശ്നമാണ്? തലച്ചോറിന്റെ പ്രശ്നമാണോ, വൃഷ്ണത്തിന്റെ പ്രശ്നമാണോ, എന്തെങ്കിലും തടസ്സമാണോ? FSH വളരെ കൂടുതലാണ്. വരട്ടെ. ആരും മെസ്സേജ് അയക്കുന്നില്ല കേട്ടോ. ആരും മെസ്സേജ് അയക്കാത്ത മെസ്സേജ് ഇതായിപ്പോയതാണോ? FSH വലിയ കൂടുതലാണ്. FSH വളരെ കൂടുതലാണ്. യെസ്, ടെസ്റ്റിസ്, എക്സാക്ട്ലി. ടെസ്റ്റിക്കുലാർ പ്രശ്നമാണ്. അതായത് നമ്മൾ തലച്ചോറ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഗ്രന്ഥി ടെസ്റ്റിസിനടുത്ത് അല്ലെങ്കിൽ വൃഷ്ണം അല്ലെങ്കിൽ ആ സ്ക്രോട്ടത്തിന്റെ അകത്തുള്ള ബോളിന്റെ അടുത്ത് പറയാണ്, എടാ ജോലിയെ ബീജങ്ങളെ ഉണ്ടാക്ക്. പക്ഷെ അവൻ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ ചില കാരണങ്ങളാൽ അവന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്നാ പറ്റും? സ്വാഭാവികമായിട്ടും എന്ത് പറ്റും?
തലച്ചോറ് വീണ്ടും പറയും. അപ്പൊ FSH കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ FSH കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിന്റെ അർത്ഥം വൃഷ്ണത്തിനാണ്, ടെസ്റ്റിസിനാണ് പ്രശ്നം എന്നാണ്. പക്ഷെ അതേസമയം FSH LH എല്ലാം നോർമൽ ആണ് ഒരാൾക്ക് എല്ലാം. പക്ഷെ ഈ ഇപ്പൊ ടെസ്റ്റിസിന് പ്രശ്നമുള്ള എല്ലാവർക്കും FSH കൂടണമെന്നില്ല, അതും ആലോചിക്കണം. കാരണം 25% ആൾക്കാർക്ക് FSH നോർമൽ ആയിരിക്കും. അപ്പൊ FSH 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല വൃഷ്ണത്തിന്റെ പ്രശ്നമാണെന്നുള്ളത്. ഓക്കെ, അതൊന്നും അല്ല, എന്തും ആവാം. പിന്നെ എല്ലാം നോർമൽ ആണെങ്കിൽ ഒബ്സ്ട്രക്ഷനുള്ള, തടസ്സത്തിനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് പറയാം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലച്ചോറിന്റെ പ്രശ്നമാണ്. അതായത് FSH LH ഭയങ്കര കുറവാണ്, വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ആ ഹോർമോൺ റീപ്ലേസ് ചെയ്യാം, നമുക്ക് ആ പുറത്തുനിന്നുള്ള ഇഞ്ചക്ഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമുക്ക് FSH LH അളവ് കൂട്ടാം. FSH LH അളവ് കൂട്ടി നമുക്ക് വൃഷ്ണത്തിനെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ സാധിക്കും, കുറച്ച് ബീജമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, തടസ്സം എവിടെയെങ്കിലും ആണെങ്കിൽ എന്താ ഗുണം? ഇപ്പം ഞാൻ അതൊന്നും കൂടെ കാണിച്ചു തരാം. അതായത് ഇവിടെയാണ് പ്രശ്നം. ബ്രെയിനിലോ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഗ്രന്ഥിയിലോ ആണ് പ്രശ്നമെങ്കിൽ LH FSH കുറവായിരിക്കും. അപ്പൊ എനിക്ക് LH FSH പുറത്തുനിന്ന് കൂടുതലായിട്ട് തരാൻ പറ്റും. അപ്പൊ ഇവരെ കൊണ്ട് കുറച്ച് ബീജം ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. 2, ഇവിടെ തടസ്സം വല്ലതും ആണെങ്കിൽ എന്താ ഗുണം? എനിക്ക് ഒരു നീഡിലെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണെങ്കിൽ, ഇതിൻ്റെ അകത്തോട്ട് ഇടുകയോ അല്ലെങ്കിൽ ഈ വൃഷ്ണത്തിൻ്റെ ഉള്ളിലോട്ട് ഇടുന്നതിനെയോ, ഈ വൃഷ്ണത്തിൻ്റെ ഉള്ളിലോട്ട് നീഡിലിടുന്നതിനെയാണ് ടെസ്സ എന്ന് പറയുന്നത്, അല്ലേ? ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നതിനെയാണ് പെസ എന്ന് പറയുന്നത്. അപ്പൊ പെസ വഴിയോ ടെസ്സ വഴിയോ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ ബീജം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവരുടെ പരാജയമാണെങ്കിലാണ് നമുക്ക് വിഷയം വരുന്നത്. അപ്പൊ ഇവരുടെ പരാജയം, ടെസ്റ്റിസിന്റെ പരാജയമാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കണം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അതിന് ഈ പ്രൈമറി ടെസ്റ്റിക്കുലാർ ഫെയിലിയർ എന്നാണ് പറയുന്നത്. പ്രൈമറി ടെസ്റ്റിക്കുലാർ ഫെയിലിയറിന് കുറെ റീസൺസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ കാരണമാവാം, ഇൻഫ്ലമേഷൻ, ഈ മംസ് മുണ്ടിനീര് വന്നെന്നൊക്കെ ചോദിക്കത്തില്ലേ, അതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. ഇൻഫ്ലമേഷൻ വന്നത് കാരണമാവാം, ചിലപ്പോൾ റേഡിയേഷനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഉണ്ടായതാവാം. പിന്നെ എന്തെങ്കിലും ജെനറ്റിക് പ്രശ്നങ്ങൾ, അവിടെയാണ് നമ്മൾ എല്ലാവരുടെയും കാരിയോ ടൈപ്പിംഗ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത്. അപ്പം വൈക്രോമസോമിലുള്ള പ്രശ്നങ്ങൾ കാരണം, വൈക്രോമസോം മൈക്രോ ഡിലീഷൻ എന്നൊക്കെ പറയും, അത് കാരണമുള്ള പ്രശ്നങ്ങൾ കാരണമാവാം. അപ്പം ഇതൊക്കെ കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ ഈ കാരണങ്ങളിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പൊ തലച്ചോറിലെ പ്രശ്നമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ബീജം കിട്ടാനുള്ള സാധ്യതയുണ്ട്. തടസ്സമാണെങ്കിലും ബീജം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ടെസ്റ്റിസിന്റെ പ്രശ്നമാണെങ്കിൽ ടെസ്റ്റിസിന് നല്ല വോളിയം ഉണ്ടെങ്കിൽ, ഈ ടെസ്റ്റിസിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ടെസ്റ്റിസിനെ വൃഷ്ണത്തിനെ ഇങ്ങനെ എടുക്കുമെങ്കിലും ഇതിന്റെ എവിടെയെങ്കിലും ചിലപ്പം ബീജം കാണും. മനസ്സിലായില്ലേ? ഫോക്കൽ സ്പെർമറ്റോജെനസിസ് എന്നാ പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ബീജം കാണും ചിലപ്പോൾ. അപ്പൊ നമുക്കൊന്ന് കീറി എവിടെയെങ്കിലും ബീജം ഉണ്ടോ എന്ന് നോക്കുന്ന മൈക്രോ ടെസ്സ തുടങ്ങിയുള്ള ചികിത്സാ രീതികളും ഇപ്പോൾ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം മൈക്രോ ടെസ്സയോ അല്ലെങ്കിൽ ബയോപ്സി വഴിയോ ബീജം എടുക്കാനുള്ള ഒരു ഇതുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ ടെസ്സ തുടങ്ങിയുള്ള കാര്യങ്ങളിലൂടെയും നമുക്ക് ബീജം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവർക്കും ബീജം കിട്ടണം എന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ തലച്ചോറിന്റെ പ്രശ്നം, ഒബ്സ്ട്രക്ഷൻ ഉള്ളവർക്കൊക്കെ ബീജം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ടെസ്റ്റിക്കുലാർ ഫെയിലിയർ ഒക്കെ ഉള്ളവർക്ക് കിട്ടാതിരിക്കാം. ഓക്കെ, ഈ ചില ജനിതക കണ്ടീഷൻസിനൊക്കെ കിട്ടാൻ വളരെ പാടാണ്. അവർക്ക് നമ്മൾ പറയും കിട്ടാൻ വളരെ പാടാണ്. അപ്പൊ അടുത്തുള്ള കാര്യങ്ങളിലോട്ട് പോവുക എന്നുള്ളത് പറയും. പിന്നെ ഞാൻ അപ്പൊ ഇതാണ് എനിക്കൊന്ന് പറഞ്ഞുതരാം അസൂസ്പെർമിയെ കുറിച്ച്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഇനി ഇൻഡെപ്ത് പോകാന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ വട്ടായിപ്പം ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്തോട്ട് പോകാത്തത്. നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം പൂർണ്ണമായിട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഇതിൽ ഏത് കണ്ടീഷൻ അസൂസ്പെർമിയ വെറും ബീജമില്ലാത്ത ഒരു സിംഗിൾ അവസ്ഥയല്ല, പല കാരണങ്ങൾ ബീജമില്ലാതാവാതിരിക്കാനുണ്ട്. ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ചികിത്സയാണ് എടുക്കേണ്ടത്. രണ്ടത് ഹായ് ഗുഡ് ഈവനിങ്, ഹായ് പൂജ, എടുക്കേണ്ടത്. മൂന്നാമത്തത്, പിന്നെ എനിക്ക് എപ്പോഴും സ്ട്രെസ് ചെയ്യാനുള്ളൊരു കാര്യം, എൻ്റെ പേഴ്സണൽ കാര്യം, അത് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്കത് ദഹിക്കുകയോ ഇല്ലയോ എന്നുള്ളത്, എൻ്റെ ഒരു പേഴ്സണൽ കാര്യം. കുട്ടി ഉണ്ടാവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്നത് എങ്ങനെയെങ്കിലും ഒരു കുട്ടി വേണം. അസൂസ്പെർമിയാണ്. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നുമല്ല, വൃഷ്ണത്തിന്റെ തകരാണ്. വൃഷ്ണത്തിന്റെ സൈസ് തീരെ ചെറുതാണ്. ഒരു രക്ഷയില്ല, ഒരു ജനിതക കണ്ടീഷൻ കാരണമാണ് ഇത് വന്നേക്കുന്നത്. അതിൽ നിന്ന് ബീജം എടുക്കുക എന്നുള്ളത് ഒരു രീതിയിലും നടക്കാൻ സാധ്യത ഇല്ലാത്തൊരവസ്ഥ.
അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഓക്കെയാണ്. കുട്ടി ഉണ്ടാവാൻ അമിത താല്പര്യം വേണം, അല്ലാതെ കുട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കുട്ടി ഉണ്ടാവാൻ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഡോണർ മോശമൊന്നും അല്ലടേ. ഇതിപ്പം ഞാൻ എപ്പോഴും എല്ലാത്തും പറയുന്നത്, നമ്മൾ മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ. നമ്മൾ ഇപ്പം എനിക്ക് അസുസ്പമി വരണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടല്ലോ എന്നോ അല്ലല്ലോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് ഭയങ്കര മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടല്ലല്ലോ എനിക്ക് അസുസ്പമി വന്നേക്കുന്നത്, അല്ലേ? അപ്പം വേറെ എന്തോ ഒരു എൻ്റേതല്ലാത്തൊരു കാരണത്താൽ എനിക്ക് വന്നൊരു അവസ്ഥ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. രണ്ട് ഓപ്ഷൻ, ഒന്ന് വിഷമിച്ചുകൊണ്ടേയിരിക്കുക. അതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമുക്ക് ഡോണർ ഇൻസെമിഷനൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ഒരു ഒരു കുട്ടിക്ക്, എല്ലാവരും ദഹിക്കണമെന്നില്ല, ദഹിക്കേണ്ടാത്തവർക്ക് വേണ്ട, ദഹിക്കാൻ പറ്റുന്നവർക്ക്, അതിനെക്കുറിച്ച് പറ്റുന്നവർക്ക് അതിലോട്ടും പോകണം. ഇതിലങ്ങ് വിഷമിച്ച് ജീവിതകാലം മൊത്തം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ജീവിതം ഞാൻ പറയുന്നത് വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണ്. വളരെ ചെറിയൊരു കാലാവധിയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും. നമുക്ക് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് നീങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ എല്ലാത്തിനെയും കുറിച്ചും ചോദിക്കാം. ഗൈനക്കോ ഇൻഫെർട്ടിലിറ്റിയോ സെക്സോളജിയോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ വേറെന്താ പറയാനുള്ളത്? വേറെ ഞാൻ സെപ്റ്റംബറിൽ ഞാൻ നാട്ടിലോട്ട് വരും. സെപ്റ്റംബർ 1 തീയതി തൊട്ട് ഞാൻ നാട്ടിൽ കാണും. ഞാൻ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാണ് ഞാൻ. അതൊരു വീഡിയോ ഇടാം. അപ്പം എന്തായാലും ഞാൻ ഈ IVF ചെയ്തിട്ട് ഞാൻ ഇനി ഗവൺമെന്റ് സർവീസിൽ നിൽക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇടണം. കുറേ നാളത്തെ ആഗ്രഹമാണ്. അതാകുമ്പോൾ ഞാൻ എൻ്റെ ഇത് തന്നെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലും കൂടെ ജോയിൻ ചെയ്യും. അങ്ങനെ കൊല്ലത്ത് തന്നെ സെപ്റ്റംബർ മുതൽ കാണും. അതൊന്ന്. ചിലപ്പം എറണാകുളത്തും കൂടെ വരും. എറണാകുളവും കൊല്ലമായിട്ട് ചിലപ്പോൾ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊന്ന്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയൂ. ആർക്കും സംശയമൊന്നുമില്ല? എന്തിനെ കുറിച്ചെങ്കിലും ചോദിക്കൂ. സാധാരണ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഇഷ്ടംപോലെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നതല്ലേ. ഒന്നുമില്ലേ? ആർക്കും ഒരു ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ഒന്നും സംശയമില്ല? ഒരു മിനിറ്റും കൂടെ നോക്കാം. ഇനി നിങ്ങൾ സംശയം അയച്ചിട്ട് വരാത്തയാണോ? കഴിഞ്ഞവണ അങ്ങനെ പറ്റിയായിരുന്നു. ഞാൻ ഇപ്പം മാറ്റി. ശരി ഡോക്ടർ. ഇനി എന്നാ കുണ്ട്ര വരുന്നത്? കുണ്ട്ര ഞാൻ വരുന്നത് നെക്സ്റ്റ് സാറ്റർഡേ സൺഡേയിലായിരിക്കും വരുന്നത്. എൻ്റെ ടൈമിങ് ഞാൻ ഗ്രൂപ്പിലിടാം. AMH 11.3 എക്വാളിറ്റി കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അത്രയും PCOD ഉണ്ടെന്നാ. PCOD അതിലുള്ളവരെല്ലാം കൺസീവ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇന്ന് ലൈവ് വന്ന ഒരാൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു 13 ഉള്ള ഒരാൾ കൺസീവ് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ ഇതൊന്ന് കുറയ്ക്കുന്നത് നല്ലതല്ലേ? ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് വണ്ണമുണ്ടെങ്കിൽ വണ്ണമൊക്കെ ഒന്ന് കുറച്ച് നല്ല ഒരു രീതിയാണെങ്കിൽ നന്നായിരിക്കും. ഡോക്ടർ, യൂറിനിൽ കൂടി സ്പേം പോകുന്നതേ ഒന്ന് പറഞ്ഞു തരുമോ? യൂറിനിൽ കൂടുതൽ സ്പേം പോകുന്നത് വളരെ അപൂർവമാണ്. അതിനെ റെട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നാണ് പറയുന്നത്. യൂഷ്വലി എന്തെങ്കിലും സർജറി ഒക്കെ കഴിയുന്നവർക്കാണ് ഇത് സാധാരണ കാണുന്നത്. അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ നരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കുള്ളവർക്കാണ് കാണുന്നത്. നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തുള്ളി പുറത്തോട്ട് വരികയും ബാക്കിയൊക്കെ തിരിച്ച് റെട്രോഗ്രേഡ് ആയിട്ട് ബ്ലാഡറിൽ പോയി നിൽക്കുകയും ചെയ്യും. സ്പേം റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ആ സ്പേം വെച്ച് IUIയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. IVF തന്നെ പറ്റത്തുള്ളൂ. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ യൂറിനിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ടാബ്ലറ്റും ഒക്കെ കഴിച്ചിട്ട് ആ യൂറിൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് സ്പേം ചിലപ്പോൾ റിട്രീവ് ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടി എളുപ്പം നമുക്കൊരു നീഡിലിട്ട് പെർക്യൂട്ട് എപ്പിഡൈമിസ് ഞാൻ പറഞ്ഞ ടെസ്റ്റിസിന്റെ അവിടെ നിന്ന് തന്നെ എടുക്കുന്നതും എളുപ്പമാണ്. ഈസ് ഇറ്റ് നെസസറി ടു ടേക്ക് മദേഴ്സ് എക്കോ ഡ്യൂറിങ്? റുട്ടീൻലി അമ്മയുടെ എക്കോ എവിടെ എടുക്കാറില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ വലിയ ഹോസ്പിറ്റൽ ലൈക്ക് എവറിത്തിങ് ഹാസ് ടു ബി ക്ലിയർ, നമുക്ക് ഒരു എക്കോ എടുക്കുന്ന നഷ്ടമൊന്നുമില്ലോ, അങ്ങനെ എടുക്കുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ റുട്ടീൻലി അങ്ങനെ എടുക്കാറില്ല. ഡോക്ടർ, സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്പേം ഇല്ല, പക്ഷെ യൂറിനിലൂടെ സ്പേം പോകുന്നുണ്ടെങ്കിൽ കൗണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അത് എനിക്ക് കൊണ്ടാണ്, അത് എൻ്റെ കണ്ട്. ഞാൻ അത് പറഞ്ഞല്ലോ, യൂറിനിലൂടെ സ്പേം പോകുന്നുണ്ടെങ്കിൽ അതിനെ അസുസ്പേമിയ എന്നല്ല, അതിനെ റെട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ടാബ്ലറ്റ് തന്ന് യൂറിനിൽ നിന്ന് സ്പേം എടുത്ത് IVF ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എപ്പിഡൈമിസിൽ നിന്ന് കുത്തി നമുക്ക് എടുക്കാൻ സാധിക്കും. പെസ വഴിയൊക്കെ എടുക്കാൻ സാധിക്കും.
സാർ യൂറിൻ കൂടി സ്പേം പോകുന്ന കണ്ടീഷൻ റെട്രോഗ്രേഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. സ്റ്റിമുലേറ്റിംഗ് പ്രോസസ്സിൽ ഡൂസ് ആൻഡ് ഡോണ്ട് എന്താണ് സാർ? സ്റ്റിമുലേറ്റ് IVF ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. IVF ചെയ്യുമ്പോൾ മരുന്ന് കിടക്കുന്നതിനാണ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നുമില്ല. വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾ സാധാ പോലെ ഇരിക്കുക. എപ്പോഴും മൈൻഡ് സെറ്റിനാണ് ഏറ്റവും പ്രാധാന്യം. ചെയ്യേണ്ട കാര്യങ്ങൾ ഡൂസ് എല്ലാം ഡോക്ടർമാർ ഡൂ ചെയ്തു. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്ഷണമൊക്കെ സാധാ പോലെ തന്നെ കഴിക്കുക. നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നന്നായിരിക്കും. വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക. മെന്റലിയും ഫിസിക്കലി ഹെൽത്തി ആയിരിക്കാൻ നോക്കുക. ഭയങ്കര അമിത പ്രതീക്ഷയായിരുന്നു, അമിത നിരാശയായിരുന്നു. ഒരു സ്റ്റേബിൾ മൈൻഡ് സെറ്റിൽ വേണം പോകാൻ. ഒരു തവണ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു. കാശാണ് പ്രശ്നമെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കാം. മനസ്സിലായി? അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ നോക്കുക. അല്ലാതെ ഭയങ്കര അയ്യോ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി IVF കൂടെ ഉള്ളൂ, ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എടുത്ത് കളയുക എന്നുള്ളതാണ്. കുണ്ട്ര വരുന്നത് ബുക്കിംഗ് കഴിഞ്ഞു. 10 പേർക്കൊന്നും ഇന്നലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, കഴിഞ്ഞായിരുന്നു അല്ലേ? അത് കുഴപ്പമില്ലടേ. ഇനി ഞാൻ ഓഗസ്റ്റിലെ പകുതിയോടെ വരും. പിന്നെ സെപ്റ്റംബർ 1 തൊട്ട് ഞാൻ സ്ഥിരം ഉണ്ടല്ലോ അവിടെ. വെയിറ്റ് 48 ആണ്, ബട്ട് AMH 11.3. അത് നല്ല, എനിക്കൊന്ന് മെലിഞ്ഞ കുട്ടികൾക്കുള്ള PCOD ആണ്. അത് ഇപ്പൊ എന്നെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. നമുക്ക് അറിയാൻ പറ്റും ഒട്ടും സഹിക്കാൻ പറ്റാത്ത PCOD ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. വലിയ കുഴപ്പമില്ലാത്ത PCOD ആണെങ്കിൽ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവുലേഷൻ നടന്നോളും, നിങ്ങൾ കൺസീവ് ആയിക്കോളും, വലിയ കാര്യമൊന്നുമില്ല. AMH 0.1 IVF പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് റേറ്റ് വളരെ ലോ ആയിരിക്കും. പ്രായം വളരെ യങ് ആണെങ്കിൽ നമ്മൾ അസ്കോട്ട് തുടങ്ങിയുള്ള ചികിത്സകൾ നോക്കാം. അല്ലെങ്കിൽ ഈ എംബ്രിയോ അക്യുമുലേഷൻ എന്നൊക്കെ പറയും. ഒരു മാസം ചിലപ്പോൾ 2 എഗ് എടുക്കുക, അടുത്ത മാസം 2 എഗ് എടുക്കുക. അങ്ങനെയൊക്കെ എംബ്രിയോ ആക്കി നല്ലൊരു 2-3 എംബ്രിയോ എടുത്തിട്ട് അതിൽ നിന്ന് ചെയ്യുക. അതൊരു ഓപ്ഷനാണ്. പിന്നെ അസൂസ്പോമിയ FSH 9.3 ഒബ്സ്ട്രക്ഷൻ ആവാനുള്ളൊരു സാധ്യത കുറവാണ്. നമ്മുടെ വൃഷ്ണവും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. വൃഷ്ണത്തിന്റെ സൈസും കാര്യങ്ങളും ഒന്ന് പരിശോധിച്ചും കൂടെ ഒക്കെ നോക്കണം. കൂടുതലും ടെസ്റ്റിക്കുലാർ ആവാനാണ് കൂടുതലും സാധ്യത. ഒബ്സ്ട്രക്ഷൻ ആവാനുള്ള സാധ്യത കുറവാണ്. രഞ്ജിനി ഹായ് രഞ്ജിനി. തൈറോയ്ഡ് ഇൻഫെർട്ടിലിറ്റി കാരണമാകുന്നു ഏത് സാഹചര്യത്തിലാണ്? തൈറോയ്ഡ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് കാരണം ചില സ്റ്റഡീസ് ഉണ്ട് അബോർഷനായി പോകുന്നുള്ള ഒരു ഇതുണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. പിന്നെ തൈറോയിഡിന്റെ ലെവൽ 2.5 താഴെയാക്കുന്നത്, TSHന്റെ ലെവൽ 2.5 താഴെയാക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് നോക്കുമ്പോൾ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻഫെർട്ടിലിറ്റിക്കും പിന്നെ ഈ അബോർഷനും ഉള്ളൊരു സാധ്യത ഉണ്ട് തൈറോയ്ഡ് കാരണം. സാർ 7 അനാലിസിസ് ചെയ്യുമ്പോൾ അസൂസ്പോമിയ പറയുന്നു, ബട്ട് യൂറിൻ നോക്കുമ്പോൾ യൂറിനൽ സ്പേം കാണുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ റെട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ആണ് സാധ്യത. എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, അതിന് ടാബ്ലറ്റുകളുണ്ട് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് യൂറിനിൽ നിന്ന് അതിനെ എടുക്കാൻ ശ്രമിക്കണം. അത് നടന്നില്ലെങ്കിൽ പെസാം തുടങ്ങിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. സാർ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ലൈറ്റ് പെയിൽ യെല്ലോ കളർ ഡിസ്ചാർജ് നോർമൽ ആണോ? പെയിൽ യെല്ലോ കളർ ഡിസ്ചാർജ് ഒരു നോർമൽ ഡിസ്ചാർജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സാർ ആക്റ്റീവ് മോട്ടിലിറ്റി 0 ആണ്, IVF ചെയ്താൽ സക്സസ് ആവുമോ? ആക്റ്റീവ് മോട്ടിലിറ്റി 0 ആണെന്ന് ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നല്ല ലാബിലായിരിക്കണം. നല്ലൊരു IVF സെന്ററിൽ നല്ലൊരു എംബ്രിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ജൂനിയർ എംബ്രിയോളജിസ്റ്റ് എങ്കിലും ചെക്ക് ചെയ്യുന്നതിനാണ് കുറച്ചും കൂടെ ഞാനൊരു വാലിഡിറ്റി പറയുന്നത്. അപ്പോൾ അവർക്കായിരിക്കും കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക, ഇത് ആക്റ്റീവ് മോട്ടിലിറ്റി 0 തന്നെയാണോ. അങ്ങനെ യഥാർത്ഥത്തിൽ ആക്റ്റീവ് മോട്ടിലിറ്റി, അതായത് നല്ല മോട്ടിലിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് IVFന് ശ്രമിക്കാം. പക്ഷെ അതിനു മുന്നേ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തുകൊണ്ട് ആക്റ്റീവ് മോട്ടിലിറ്റി 0 ആണെന്നുള്ളതൊക്കെ നോക്കണം. പക്ഷെ ഒരു നോർമൽ ലാബിൽ ചെക്ക് ചെയ്തിട്ട്, ഒരു നോർമൽ ലാബ് എന്ന് പറഞ്ഞാൽ നല്ല ലാബായിരിക്കും പക്ഷെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധം കാണത്തില്ല, അങ്ങനെ ഒരു ലാബ് ഒരു ആക്റ്റീവ് മോട്ടിലിറ്റി 0 എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ മുഖവിലേക്ക് എടുക്കില്ല. ഐ വുഡ് ലൈക്ക് ടു ടെസ്റ്റ് IVF സെന്റർ. സാർ ആക്റ്റീവ് മോട്ടിലിറ്റി ഹായ് കാർത്തിക. ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം സംശയങ്ങളൊക്കെ കഴിഞ്ഞ് നിർത്തട്ടെ. 25 മിനിറ്റായി. ഇനി എന്തെങ്കിലും സംശയം അസൂസ്പോമിയെ കുറിച്ച് ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. യൂട്യൂബിൽ തന്നെ അയച്ചാൽ ഞാൻ റിപ്ലൈ അയച്ചോളാം. വേറെ ഒന്നുമില്ലല്ലോ. അടുത്ത ആഴ്ചത്തെ ക്ലാസ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. അടുത്ത ആഴ്ച എന്നാ ക്ലാസ് വേണം? IVF IUI അങ്ങനെ വല്ലതും വേണോ? പ്രഗ്നൻസി പ്ലാസന്റ പ്രിവിയ അടുത്ത ആഴ്ച. എൻ്റെ ഹസ്ബൻഡിന് ആദ്യം 38% മോട്ടിലായിരുന്നു, ഇപ്പോൾ 7 ടെസ്റ്റ് ചെയ്ത് മോട്ടിലിറ്റി 1%. ആ റിപ്പോർട്ടിൽ മൈൽഡ് സിവിയർ അസ്തിനോ ടെറട്ടോസൂമിയ എന്നാണ് അതിനെ കുറിച്ച് പറയും.
ശരി, എന്തായാലും ആ റിപ്പോർട്ടിൽ ആംബിഗ്വിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്തോ രണ്ടാമത് ചെയ്തോ തെറ്റായ റിപ്പോർട്ടാണ് ഒന്നത്. അപ്പോൾ മൈൽഡ് സിവിയർ അസ്തിനോടെട്രസോമി എന്താന്ന് ഞാൻ പറയാം. സിവിയർ അസ്തിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിലിറ്റിക്ക് പ്രശ്നമുണ്ട്, അതായത് 1% ആണ്. ടെറട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പിനുള്ള പ്രശ്നങ്ങൾ, ബീജത്തിന്റെ മോർഫോളജി എന്ന് പറയത്തില്ലേ, മോർഫോളജി 4% താഴെയാണെങ്കിൽ ടെറട്ടോ എന്ന് പറയും. അതിനെയാണ് അസ്തിനോ ടെറട്ടോസൂസ്പോമിയ എന്ന് പറയുന്നത്. അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു എലിജിബിൾ ലാബിൽ വേണം, നല്ലൊരു എംബ്രിയോളജിസ്റ്റ് വേണം അത് ടെസ്റ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ, പിന്നെ ഇതിന് എന്താ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ചെയ്തിട്ടുണ്ട്. മോട്ടിലിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. മോർഫോളജിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം പക്ഷെ അതിന് മുന്നേ കറക്റ്റ് ലാബിലാണോ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. NHL എന്ന് പറഞ്ഞാൽ നോൺ ഹോട്ട്കിൻസ് ലിംഫോമ എന്നാണ് എൻ്റെ ഒരു അറിവ്. വേറെന്തെങ്കിലും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വാക്കാണോ? മെഡിക്കൽ വാക്കാണെങ്കിൽ നോൺ ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂമറാണത്. സ്റ്റിമുലേറ്റിംഗ് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്യാമോ? കോണ്ടാക്ട് ചെയ്തുടെന്ന് പറയുന്നത്, കോണ്ടാക്ട് ചെയ്തതെന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചധികം എഗ് ഉണ്ടെന്ന് വിചാരിക്കാം, IVF വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യാം. അപ്പൊ IVF വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്നാ പറ്റും, കുറച്ചധികം എഗ്ഗിനുണ്ട്, ആ എഗ്ഗിനെയൊക്കെ നമ്മൾ വളർത്തുമല്ലേ, അപ്പൊ ഓവറി കുറച്ചുകൂടെ ബൾക്കി അല്ലേ. അപ്പൊ നമ്മൾ ഈ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പം ടോർഷൻ, വയറിന് ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സെമൻ അവിടെ ചെന്നെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം അത് റപ്ചർ ആവുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇത് പൊട്ടിക്കുന്നത്, ഇത് നമ്മൾ ഓവുലേഷൻ കൊടുക്കാൻ ഇഞ്ചക്ഷൻ തരുന്ന, എന്തെങ്കിലും കാരണവശാൽ സെമൻ ഉണ്ട്, അത് കയറി ഒരു പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്കുള്ള ഒരു സാധ്യത, ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള ഒരു സാധ്യത, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടെ ഇല്ലേ. അതുകൊണ്ടാണ് കഴിവതും ആ സമയത്ത് കോണ്ടാക്ട് വേണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ IVF എന്നുള്ളൊരു ടോപ്പിക് തന്നെ അടുത്ത ആഴ്ച ചെയ്യാം. ഓക്കെ, IVF ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ സംശയം എല്ലാം കഴിഞ്ഞോ? ഓക്കെ, ശരി, ബൈ ബൈ, ടാറ്റ. ഒരു ബൈ എങ്കിലും കണ്ടിട്ട് ഞാൻ പോട്ടു. ആരും ബൈ പറയുന്നില്ല. ഇനി വരാത്ത അയ്യോ, സോറി 2-3 സംശയങ്ങളുണ്ട്, അതുകൂടെ കഴിഞ്ഞപ്പോ. ഡോക്ടർ, ഫ്ലൂയിഡ് വോളിയം കുറവാണ്, ലിക്വിഫാക്ഷൻ ടൈം പ്രോബ്ലം, ഫ്ലൂയിഡ് സോൾട്ടി കാണിക്കുന്നത് എന്താ പ്രോബ്ലം? ഫ്ലൂയിഡ് വോളിയം കുറവാണെങ്കിൽ നമ്മൾ ഈ ഒബ്സ്ട്രക്ഷൻ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഒരു 1.5 ml താഴെയാണെങ്കിൽ നമ്മൾ ഒബ്സ്ട്രക്ഷൻ ശ്രദ്ധിക്കണം. പിന്നെ അവിടെ ഫ്രക്ടോസ് നോക്കും, ഫ്രക്ടോസിൻ ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചാണ് ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളതൊക്കെ ഒരു സൂചന തരുന്നത്. ലിക്വിഫാക്ഷൻ കൂടുന്നതിനാണല്ലോ ഫ്ലൂയിഡ് സോളിഡിറ്റി എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ്ലി ചെയ്തിട്ടുണ്ട്. ഇൻഫെക്ഷൻ ആണ് പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുക, ഇതെല്ലാം കഴിഞ്ഞിട്ടുവാണെങ്കിൽ പ്രോസ്റ്റേറ്റ് എന്നുള്ള എൻസൈമിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ലിക്വിഫാക്ഷൻ എന്നല്ലോ പറഞ്ഞ് യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ മൊത്തം പറയുന്നുണ്ട്. വോളിയം കുറവാകുന്നത് എപ്പോഴും വോളിയം കുറവാണോ, അതോ എടുത്തു കൊടുക്കുമ്പോൾ മാത്രമാണോ, കോണ്ടാക്ടിന്റെ സമയത്ത് വോളിയം അത്യാവശ്യം കിട്ടുന്നുണ്ടോ, സമയം ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സ്ട്രക്ഷനെ കുറിച്ച് ആലോചിക്കണം, ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് നോക്കണം തുടങ്ങിയുള്ളത്. NHL ലിംഫോമ എന്നാൽ എന്താണ്? നോൺ ഹോട്ട്കിൻസ് ലിംഫോമ വലിയൊരു ടോപ്പിക് എൻ്റെ കുഞ്ഞ്, ഞാനും മറന്നുപോയി. ആക്ച്വലി നമ്മുടെ ലിംഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ്. കുറേ ടൈപ്പ് NHLകളുണ്ട്. എനിക്ക് ബർക്കിറ്റ്സ് ലിംഫോമ എന്നൊക്കെ പറയും. അങ്ങനെ കുറെ ലിംഫോമകളുണ്ട്. അപ്പൊ അതിന് ഒരു ഓങ്കോളജിസ്റ്റിനെ തന്നെ കാണിച്ച് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റും എന്താ ലിംഫോമയാണെന്ന് കണ്ടുപിടിക്കുകയൊക്കെ വേണം. ഓക്കെ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വൈറ്റ് ഡിസ്ചാർജ് പ്രോബ്ലം ഉണ്ടോ? തൈര് പോലെ കട്ടയായിട്ട് പോകുന്ന ഡിസ്ചാർജ് എപ്പോഴും അബ്നോർമൽ തന്നെയാണ്. ആ ചൊറിച്ചിലും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം. ഇങ്ങനെയുള്ള വജൈനൽ ഡിസ്ചാർജുകൾ നമുക്ക് 5-ാം മാസം അല്ലെങ്കിൽ നേരത്തെ മാസം തികയുന്നതിന് മുന്നേ വെള്ളം പൊട്ടി പോകാനും ഒക്കെ ഉള്ള സാധ്യത കൂട്ടും. അപ്പൊ അതെപ്പോഴും വൈറ്റ് ഡിസ്ചാർജ് എപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കണം. സാർ, ഫ്ലൂയിഡ് കുറവ്, വെള്ളക്കുറവാണോ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഫ്ലൂയിഡ് കുറവാണോ, അതിനെ കുറിച്ച് ടോപ്പിക് എടുക്കാൻ കുറേ കാരണം കൊണ്ടുണ്ട്. എന്തുകൊണ്ട് ഗർഭിണികൾക്ക് വെള്ളം കുറയുന്നു? ഇഷ്ടം പോലെ കാരണമാണ്. കുട്ടികളുടെ പ്രശ്നമാവാം, വെള്ളം ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നുണ്ടാവാം, വൈകല്യങ്ങൾ കാരണമാവാം, വളർച്ചക്കുറവ് കാരണം, പ്ലാസന്റയിലെ പ്രശ്നം കാരണമാവാം, പ്രഷർ ഉണ്ടെങ്കിൽ വരാം. അങ്ങനെ കുറേ അധികം കാരണങ്ങളുണ്ട് ഒളിഗാട്രി അമ്നിയോസിന്.
പ്രോഗൈനോവ ടാബ്ലറ്റ് എന്തിനാണ് കഴിക്കേണ്ടത്? അത് ഓരോ സിറ്റുവേഷനും ചിലപ്പോൾ IVF ഞങ്ങൾ കൊടുക്കാറുണ്ട്, പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി കുഞ്ഞിനെ അകത്തോട്ട് ഇടാൻ വേണ്ടി കൊടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പീരീഡ് വരാൻ വേണ്ടി പ്രോഗൈനോവ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ കാരണങ്ങളുണ്ട് പ്രോഗൈനോവ. ഈസ്ട്രജൻ ആണ് ബേസിക്കലി, അത്രയും അറിഞ്ഞാൽ മതി. എല്ലാവരും ബൈ പറഞ്ഞു, താങ്ക് യു, ബൈ. അയ്യോ കുറേ ബൈ. സാർ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വൈ ഡിസ്ചാർജ് പ്രോബ്ലം ഞാൻ പറഞ്ഞു. AMH പീരിയഡ് ടൈമിലാണോ കഴിഞ്ഞിട്ടാണോ ടെസ്റ്റ് ചെയ്യേണ്ടത്? AMH എപ്പം വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം, അതാണ് AMHന്റെ ഗുണം. ഇന്ന സമയമൊന്നുമില്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വൈ ഡിസ്ചാർജ് ഞാൻ പറഞ്ഞു. സാർ വോളിയം സെമിനൽ കുറവാണ്, ലിക്വേഷൻ, അത് ഞാൻ പറഞ്ഞു. വെരിക്കോസിലുള്ള ആൾക്ക് സർജറി ഇല്ലാതെ ഇതിന്റെ ഈ പറഞ്ഞ ടെസ്റ്റിക്കുലാർ, ഞാൻ ഈ അസൂസ്പോമയിൽ പറഞ്ഞ ടെസ്റ്റിക്കുലാർ കോസിൽ ഒന്നാണ് ഈ വെരിക്കോസീൽ. അപ്പം വെരിക്കോസീൽ എപ്പോഴാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്? പാൽപ്പബിൾ വെരിക്കോസീൽ ഉണ്ടെങ്കിലാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. അത് എല്ലാവർക്കും വേണ്ട. സ്കാനിൽ വെരിക്കോസീൽ കണ്ടെന്ന് പറഞ്ഞ് വേണ്ട. നമുക്ക് കൈവച്ച് നിങ്ങളുടെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് കൈവച്ച് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ വെരിക്കോസീൽ കിട്ടുവാണെങ്കിൽ അതിന് സർജറി ചെയ്താൽ ബെറ്റർ ആവും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ കൈവച്ച് പാൽപ്പേറ്റ് ചെയ്യുന്ന ഡ്യുബിൻസ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ 2-3 ക്ലാസിഫിക്കേഷൻ, സ്കാനിലുള്ള ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ 3-4 വെരിക്കോസീൽ. ഇവർക്കാണ് നമുക്ക് സർജറിയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ സർജറി ചെയ്തെന്ന് പറഞ്ഞ് കൂട്ടത്തൊന്നുമില്ല, സർജറി ചെയ്തെന്ന് പറഞ്ഞ് കൗണ്ട് കൂടത്തുമില്ല. അതാണ് കോമഡി. ഈ 3-4 ഉള്ളവർക്ക് സർജറി ചെയ്താൽ ചെറിയൊരു വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് വെരിക്കോസിന്റെ സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് 10 മില്യൺ ഉള്ള ഒരാൾക്ക് ഇനി 30-40 മില്യൺ ആയിരിക്കും, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യണ്ട. അച്ചുവിന്റെ പ്രശ്നം എന്തായിരുന്നു? അച്ചു എന്ത് ചോദ്യം ചോദിച്ചിട്ടാ ഞാൻ റിപ്ലൈ പറയാത്തെ? ഒന്നുകൂടാക്കാവോ? അപ്പോൾ വെരിക്കോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരിക്കോസിനെ കുറിച്ച് നമ്മൾ ഒരു ടോപ്പിക് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ സംസാരിച്ചതാണ് വെരിക്കോസിനെ കുറിച്ച്. അതാണ് നമുക്ക് പാൽപ്പബിൾ വെരിക്കോസിൽ. എനിക്കിപ്പം നല്ലപോലെ പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെരിക്കോസിൽ പ്രശ്നത്തിലുണ്ടെങ്കിൽ ബെറ്റർ. കൗണ്ടും കുറവാണ് എന്നുണ്ടെങ്കിൽ സർജറിക്ക് പോകുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതും മൈക്രോ സർജറി തന്നെയാണ് നല്ലത് കുറച്ചും കൂടെ. മൈക്രോസ്കോപ്പിൽ എല്ലാ വെരിക്കോസിലും കെട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം കഴിഞ്ഞില്ലേ? കുറേ സംശയങ്ങൾ ഇന്നുണ്ടായിരുന്നു, നമ്മളെല്ലാം ആൻസർ ചെയ്ത് നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ കാണാം. ഏതെങ്കിലും ഈ പറഞ്ഞ കഴിവതും IVF കുറിച്ച് നമുക്ക് സംസാരിക്കാം.